വാട്സപ്പ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ മൈൻക്രാഫ്റ്റിൻ്റെ 1 ബ്ലോക്ക് സീരീസ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കുറേ നാൾക്ക് ശേഷം നമ്മൾ 1 ബ്ലോക്ക് സീരീസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ പുറകെ തന്നെ കാണാം 1 ബ്ലോക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ 1 ബ്ലോക്ക് ഈ മാപ്പിൻ്റെ സ്പോണിലാട്ടോ. അതിന് പ്രത്യേകം സ്പോണൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിവിടെ പാർക്കോറുണ്ട്, ചാടി വെക്കാം. ഓ ബെസ്റ്റ്, പാർക്കോറിൽ കിങ് അല്ലാത്ത ഞാൻ ചത്ത് ഗൈസ്. ഓക്കെ, ഇവിടെ ഈ മാപ്പ് ഉണ്ടാക്കിയവരുടെ ഇതുണ്ട്, പോസ്റ്റർ കണ്ടുണ്ട്. ഡേറ്റ എം സി അങ്ങനെ ഒരു ഡേറ്റ അങ്ങനെയുള്ള ഒരു DTMC അങ്ങനെയുള്ള അവരുടെ ടീമിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കാനും പോയില്ല. ഓക്കെ, ഇവിടെ കുറേ ഇതുണ്ട്, ബുക്കൊക്കെ ഉണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. ഓക്കെ, ഇതൊന്ന് പുറയിലോട്ട് നമുക്ക് ഇങ്ങനത്തെ കില്ലിങ് കമാൻഡ്സ് ഒന്നും യൂസ് ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. അത് അവർ കണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ. പിന്നെ ഹലോ ഫ്രണ്ട്സ്, ഐ ഹാവ് ഇൻവെസ്റ്റഡ് 8 months in making this add-on. I have tried very hard to make like Java edition. If you like it, then share this map with your friends and YouTube subscribers. But leave you by creator. ഇവർ 8 മാസം എടുത്തിട്ടാണ് ഈ ഒരു മാപ്പ് ഉണ്ടാക്കിയത്. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ there are 13 levels in this map. ഓക്കെ, 13 levels ഉണ്ട്. ഫോറസ്റ്റ്, കേവ്, ഡീപ്പ് കേവ്സ്, സ്നോയി, പിന്നെ സ്വാമ്പ് ആൻഡ് ചെറി, ഡെസേർട്ട്, ബാഡ്ലാൻഡ്സ്, ജംഗിള്, ഓഷ്യൻ, പിന്നെ കുറേ ഉണ്ട് ഗൈസ്. ഞാൻ മൊത്തം വായിച്ചില്ല. ഓഷ്യൻ, മാൻഷൻ, നെതർ, സ്ട്രോങ് ഹോൾഡ്, ഇൻഫിനിറ്റി അങ്ങനെ കുറേ മാപ്പുണ്ട്. 13 മാപ്പുണ്ട് ഇതിനകത്ത്. 13 ലെവലാണ്, മാപ്പല്ല 13 ലെവൽ. ഓക്കെ, 13 ലെവലാണ് ഉള്ളത് ഇതിനകത്ത്. എന്നുവെച്ചാൽ ഓരോ ലെവലിലും ഓരോ മോബ്സ് സ്പോണാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനകത്തോട്ട് കയറാം. നമ്മളങ്ങനെ വയസ്സ് നമ്മുടെ 1 ബ്ലോക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആണ്ട് ഇവിടെ നമുക്കതൊന്ന് ബ്രേക്ക് ചെയ്യാം, ചാടി പൊട്ടിക്കാം. നമ്മുടെ കഴിഞ്ഞ 1 ബ്ലോക്ക് സീരീസ് കണ്ടവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ 1 ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ താഴെ പോയി. അതിന് പ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ലല്ലോ. ഞാൻ എന്തായാലും പൊട്ടിച്ചപ്പോൾ ഉണ്ട് ഇത് കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഡേർട്ടാണ് ഫസ്റ്റ് തന്നെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പൊട്ടിക്കാം. ഓക്കെ, ഇതിനകത്ത് ഓരോന്ന് എഴുതി കാണിക്കും. ബ്ലോക്സ് ഇമ്പ്രൂവ് ഓവർ മൊത്തം കാണാൻ പറ്റുന്നില്ല. ചെസ്റ്റ് ക്യാൻ ആൾസോ, ബാക്കി കണ്ടില്ല, ഇത് കാണുന്നില്ല. ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ആദ്യം പൊട്ടിച്ചെടുത്ത്, കാരണം അവിടെ വെക്കണ്ട, ഇവിടെ വെക്കാൻ വെച്ചേ. പേരൻ ഓക്കെ, നമുക്ക് എന്തായാലും ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചെസ്റ്റിൽ ഗോൾഡൻ ക്യാരറ്റ്, വുഡ്, ബ്രെഡ് അങ്ങനെയുള്ള ഇവരെ നമുക്ക് ജസ്റ്റ് ഒരു ഗിഫ്റ്റായിട്ട് തന്നെയാണ്. വെച്ചാൽ നമ്മൾ ജോയിൻ ആകുമ്പം ഒരു റെഡി ചെസ്റ്റായിട്ട് കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അവരുടെ ഒരു ഇതിന് മാപ്പ് ഉണ്ടാക്കി വരെ ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. ഈ ചെസ്റ്റ് നമുക്ക് ഈ മാപ്പിൽ കയറുന്ന എല്ലാവർക്കും ഇത് കിട്ടും. പിന്നെ ഇവിടെ കുറേ വെച്ച് വുഡ് ഇരിപ്പുണ്ട്, ഗോൾഡൻ ക്യാരറ്റ്, പിന്നെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും അവരുടെ എന്തെങ്കിലും ഇതായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഗോൾഡൻ ക്യാരറ്റ് എടുത്ത് കൈ വെക്കിട്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചു. ഗൈസ്, ആ സാധനം തന്നെ നേരത്തെ കണ്ടത് തന്നെ. ഓക്കെ, നമുക്ക് പിന്നെ ഇവിടെ ഇനിയും കുറച്ച് വുഡ് വെച്ചിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് ഇനി അതിനി എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. നമുക്കിനി കുറച്ച് ലോഗ് എടുക്കട്ടെ. ലോഗ് എടുത്തിട്ട് പ്ലാങ്ക് ആക്കിയിട്ട് നമുക്കിനി ആക്സ് ഉണ്ടാക്കാം. പിന്നെ ഗൈസ്, നമുക്ക് ഇത് മൊത്തം അങ്ങ് ആക്കാം, പ്ലാങ്ക് ആക്കാം. ഇനി നമുക്ക് ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, ആക്സ് ചെസ്റ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്ന ഈ ഗോൾഡൻ ക്യാരറ്റൊക്കെ എടുത്ത് അതിനകത്ത് വെക്കാം. അത് കളഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പൊട്ടിച്ചേസ്. അതുകൊണ്ട് ലെവൽ കാണിക്കുന്നുണ്ട്. 13 ലെവലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം എടുത്ത് അതിനകത്തോട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബുക്ക് നമ്മുടെ കയ്യിൽ തന്നെ തേച്ചു വന്നു. അത് ഞാൻ എടുത്തപ്പം വീണ്ടും എടുത്ത് വെച്ച്. ഓക്കെ, ഇത് പൊട്ടിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് താഴോട്ട് വെക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ മേലോട്ട് കയറിയൊന്ന് പൊട്ടിക്കുക. അല്ലെങ്കിൽ താഴെ പോയി പിന്നെ വീണ്ടും ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ നല്ല ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കയ്യിലോട്ട് പൊട്ടിച്ച് വെക്കാം. ഇവിടെ വെക്കാം. അപ്പം നമുക്ക് താഴോട്ട് ഇങ്ങനെ കഴിച്ചത് ഇതെന്താണ് കഴിച്ച് ഞാൻ സൈഡിൽ നിന്ന് മാറി നിന്ന് പൊട്ടിച്ച് എന്നെ അങ്ങോട്ട് പിടിച്ച് വെച്ചിട്ട് വലിച്ച് അങ്ങോട്ട് ഇട്ടിട്ട്
പൊട്ടിച്ച് കളഞ്ഞു. ഇതെന്താണ് ഈ താഴെ ആരാണ്ട് അത് ഇതിൻ്റെ മാപ്പിൻ്റെ നമ്മൾ ഒരു വട്ടം ചത്ത ഇവിടെ തന്നെയാണ് കേട്ടോ വന്നത്. വീണ്ടും നമ്മൾ സ്പോണിൽ നിന്ന് നമ്മുടെ 1 ബ്ലോക്ക് ഇതിലോട്ട് പോകണം. ഓക്കെ നമ്മൾ വെച്ചിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അവർ ആ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് സൈഡിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതെന്താണ് ഈസ്? ഞാൻ സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഞാൻ വീണ്ടും നിറയെ പോകുന്നു. ഇതെന്തോ ബഗ്ഗാണ് ഈസ്. എന്തായാലും പോട്ടെ ഈസ്. നമുക്ക് ഇനി നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ എടുത്ത നല്ല തീരുമാനമാണ് ചെസ്റ്റിലെടുത്ത് വയ്ക്കുക. അത് പൊട്ടിച്ചപ്പോൾ ഇതായിരുന്നു വന്ന ഈസ് നമ്മുടെ ഒരാട്ടുംകുട്ടി, ഒരു കുഞ്ഞാണ് ഈസ്. ബേബി ഷീപ്പാണ്. ബേബി ഷീപ്പാണ് വന്നത്. ഇവിടെ തറയിൽ പോലെടാ, അവിടെ ഇടാ. ഇവൻ തറയിൽ പോയ പിന്നെ പണിയും കിട്ടി ഈസ്. അതെല്ലാം നമുക്ക് ഇതോടെ പൊട്ടിക്കാം. ഇവിടെ ഇനി പോകാമായിരുന്നു തറയിൽ. ഇതിങ്ങനെ ഓരോന്ന്. ഗൈസ് പ്ലീസ് വിസിറ്റ് യൂട്യൂബ് ചാനൽ. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതി അത് വിസിറ്റ് ചെയ്യണം. നമ്മുടെ അടുത്ത് പറയുമ്പോൾ വിസിറ്റ് ചെയ്യാൻ അവരുടെ ചാനലൊക്കെ നമുക്ക് എന്തായാലും ഇവിടോട്ട് ബ്ലോക്ക് ആക്കാം. അവൻ തറയിൽ പോരുത് ആട്ടുംകുട്ടി. നമുക്ക് എന്തായാലും മിനി ഇതെടുത്ത് ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് ഈ മാപ്പ് വേണമെങ്കിൽ നമ്മളെ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പുണ്ട്, ആഡ് ഓൺ എന്ന് പറയുന്നത്. ആപ്പ് ജസ്റ്റ് നിങ്ങൾ എടുത്തിട്ട് ഡൗൺലോഡ് ആക്കുക. അതിനകത്തുണ്ട് ഈ മാപ്പ്. ഗൈസ് നമുക്ക് ഫസ്റ്റിൽ ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫോറസ്റ്റ് ലെവൽ. ഓക്കെ നമുക്ക് ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്ലേ ആണെന്ന് തോന്നുന്നു. ക്ലേ ഉണ്ട്. പിന്നെ ഇവിടോട്ട് നമുക്ക് എന്തായാലും എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ നമ്മുടെ ഇനി ആട്ടുംകുട്ടി അവിടെ മാറ്റി വെച്ചേക്കാം. ആട്ടുംകുട്ടിയെ മാറ്റിയേക്കാം. അതിലെ ക്ലേ എടുത്ത് മാറ്റി വെക്കട്ടെ. ഞാൻ ആ ബ്ലോക്ക് പൊട്ടിച്ച് ഗൈസ്. ഞാൻ ഇപ്പുറത്ത് ബ്ലോക്ക് പൊട്ടിക്കാനുള്ളതിന് ആ ബ്ലോക്ക് പൊട്ടിച്ച്. ആട്ടുംകുട്ടി മാറാം അങ്ങോട്ട്. നീ താഴെ പോയിട്ട് വേണം ഇനി എനിക്ക് അടുത്ത ആട്ടുംകുട്ടിയൊന്നും കിട്ടത്തില്ല. ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. കിട്ടാനും കുറേ നേരം എടുക്കും. ഇപ്പോൾ ഇപ്പം ഈ ലെവലിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മോബ്സാണ് സ്പോണാകുന്നത്. ഇപ്പം ഷീപ്പ്, മഷ്റൂം കൗവ്, ഹെൻസ് എന്നുവെച്ചാൽ കോഴി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ചിക്കൻ ഗൈസ് നമുക്ക് കോഴി കൊല്ലുമ്പോൾ ചിക്കൻ കിട്ടും. പക്ഷേ തിന്ന പോയിഷൻ അതുപോലെ മറ്റേ ഹങ്കർ കാണിക്കും ഗൈസ്. അതാണ് സീൻ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ജസ്റ്റ് ക്ഷമിക്കുക. സ്കൂട്ടറൊക്കെ പോകുന്നതിൻ്റെ നമുക്കിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് മറ്റേ റൂട്ടഡ് ഡയറക്റ്റല്ലേ ഗൈസ് കിട്ടിയ കയ്യിൽ. ഓക്കെ ഇതാണ്ട് വുഡ് കിട്ടിയേ. ഓക്കെ നമുക്കിത് പൊട്ടിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് അധികമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കോഴി വന്ന് ഗൈസ്. കോഴി ഇതാണ്ട് ഇവന്മാർ എവിടെ പോകുന്നു ഗൈസ്? ഇവന്മാർ ഒരുത്തൻ അങ്ങോട്ട് പോകുന്നു, ഒരുത്തൻ ഇവിടെ വന്നിരിക്കും. രണ്ടുപേരും ഏകദേശം ഒരു നീളം, ഒരു വണ്ണമൊക്കെ തന്നെ. ലീഫ് വന്നിരിക്കുന്നത് എന്താണ് ഇത്? നമുക്കത് പൊട്ടിച്ചിട്ട് ഗൈസ് ഇത് വന്നിരിക്കുന്ന ഹേബയിൽ നമുക്ക് ഞാൻ റെസിപ്പിയൊക്കെ അൺലോക്ക് ആവുന്നുണ്ട് കേട്ടോ, ഓരോന്നായിട്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇടവിട്ട് വേണമെങ്കിലും വീഡിയോ ഇടാം. ഓക്കെ ഈ കോഴി ഇടയ്ക്ക് ശല്യപ്പെടുന്നു ഗൈസ്. നമ്മുടെ പഴയ 1 ബ്ലോക്കിൽ ഒരു സ്നിഫർ ഉണ്ടായിരുന്നു, അവനായിരുന്നു അവിടുത്തെ ശല്യം. പഴയ 1 ബ്ലോക്ക് വേറൊരു മാപ്പായിരുന്നു, ഇത് വേറൊരു മാപ്പാണ്. രണ്ട് മാപ്പായിരുന്നു ഗൈസ്. ശരി, രണ്ട് മാപ്പായിരുന്നു. പ്ലസ് ഞാൻ ആ ഒരു മാപ്പിൽ വീഡിയോ ഒരു വട്ടം റെക്കോർഡ് ചെയ്തതാണ്. റെക്കോർഡ് ചെയ്ത സമയത്താണ് ഈ 2 വട്ടം വാർഡൻ വന്നത് ഗൈസ്. അതിൻ്റെ ആ മാപ്പിൽ പറയുന്നുണ്ട് വാർഡൻ വരുമെന്ന് വെച്ചാൽ അവരുടെ ഒരു മാപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ കാണാൻ പറ്റും ഒരു പിക്ചർ വാർഡൻ സ്പോണ് 2 വട്ടം സ്പോണ് ഗൈസ്. പിന്നെ ഞാൻ ആ വീഡിയോ മാറ്റി വെച്ചു. ഓക്കെ അതുകൊണ്ട് പിന്നെ വേറൊരു മാപ്പ് എടുക്കാമെന്ന് വെച്ചു, നല്ലൊരു മാപ്പ്. ഓക്കെ അതും അത്യാവശ്യം നല്ല മാപ്പാണ്. പ്ലസ് ഞാൻ വെച്ചാൽ വേറൊരു മാപ്പ് എടുക്കാം, എപ്പോഴും അത് തന്നെയല്ലേ കളിച്ചുകൊണ്ടിരുന്നത്, ആ മാപ്പ് 1 ബ്ലോക്കിൻ്റെ. പക്ഷേ ഈ 1 ബ്ലോക്കിൻ്റെ മാപ്പ് എടുക്കാമെന്ന് വെച്ചു, അങ്ങനെ എടുത്തു. ഓക്കെ നമുക്ക് എന്തായാലും ഇത് ബോൺ ബ്ലോക്ക് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ആക്സ് വേണം ഗൈസ്. ആക്സ് അല്ല, ആക്സും പോയി ഗൈസ്. ആക്സ് നമ്മുടെ ഒരു വട്ടം ചത്തപ്പം പോയി. പിക്കാക്സ് ഉണ്ടാക്കാം, പിക്കാക്സും കൈ വെച്ചേക്കാം. ഓക്കെ പിന്നെ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ആൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് മൈൻക്രാഫ്റ്റ് പ്ലേസിൻ്റെ പവർ കാണിക്കുക. ഓക്കെ നമ്മളിപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയെങ്കിലും അത് എത്തിച്ചേരാം ഗൈസ്. നമ്മളങ്ങനെ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കോഴിയും ഇതിനെ അടുത്ത് അങ്ങോട്ട് വെക്കാം. ഇമാതിരി അല്ലെ തറയിലും കാണുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഈ വീഡിയോക്ക് അത്യാവശ്യം ലെങ്ത് കാണും കേസ്. നമുക്ക് എന്തായാലും അവിടോട്ടുള്ള
റൂട്ടഡ് ഡയറക്റ്റാണ് വെച്ചത്. എനിക്ക് മറ്റേ ഡയറക്റ്റ് വെക്കാം ഗൈസ്. റൂട്ടഡ് ഡയറക്റ്റ് വേണ്ട, മറ്റേ ഡയറക്റ്റ് വെക്കാം. പൊട്ടിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ബോൺ ബ്ലോക്ക് പൊട്ടിക്കണമല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം കൊണ്ട് പൊട്ടിച്ച് വെച്ചിട്ട് നോർമൽ ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് മറ്റേ ഇത് ക്രാഫ്റ്റ് ചെയ്യാം. പിക്കാക്സോ വാക്സോ. ഓക്കെ, ഇവന്മാരങ്ങോട്ട് പോകത്തില്ലായിരിക്കും. നീങ്ങിക്കടാ. ഇവിടുത്തെ ബ്ലോക്ക് ആദ്യം വെക്കാം ഗൈസ്. ഇവന്മാരങ്ങനെ നീങ്ങി അങ്ങ് പോകും. ബോട്ടിലായിരുത്തേന്ന് 2 പേര് ഒരുമിച്ച് അവിടെ ഇരുന്ന് നയിക്കണം. പോല് താഴെ. അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമ്മുടെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. എൻ്റെ തൊണ്ട ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അതാണ് ഗൈസ് എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുന്നത്. ഓക്കെ, ബോൺ ബ്ലോക്ക് കിട്ടി ഗൈസ്. കണ്ട ബോൺ ബ്ലോക്ക് ഇത് വെച്ച് നമുക്ക് ബോൺ ബ്ലോക്ക് എന്താണ് ഡയറക്റ്റ് വന്നു. കൈ വെച്ച് പൊട്ടിച്ചപ്പോൾ ഒരു പിക്കാക്സ് വെച്ച് പൊട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത്. സൗണ്ട് പോയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, വീണ്ടും ഹേബേൽ ഇട്ടിരിക്കുന്നു ഗൈസ്. വീണ്ടും ഡയറക്റ്റ് ഹേബേൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളിന്ന് അധികമായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. ജസ്റ്റ് ഒരു ഗ്രൈൻഡിങ് ആണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും. നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി അത് കാണുക. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഫാമായിട്ട് വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ പ്രൊജക്റ്റ് ബോർഡിൽ വെച്ചേക്കുന്ന ഓരോ ഫാമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് അതിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ടാണ്. എല്ലാവർക്കും ബൈ, സീ യു.